ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് നിങ്ങളോടെ ഞങ്ങൾ ജയ്പൂരിലേക്കൊരു ട്രിപ്പ് പോയതിനെ പറ്റിയാണ് പറയുന്നത്. കുറച്ച് നാളായി പോയിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഒരു വെളുപ്പിന് 6 മണിയായിട്ട് ഇറങ്ങി. ശരിക്കും പറഞ്ഞാൽ ഡൽഹിയിൽ നിന്ന് ജയ്പൂരിലേക്ക് ഒരു 6 മണിക്കൂറാണ് പറഞ്ഞത്. അപ്പോൾ അത് കണക്കാക്കിയിട്ടാണ് ശരിക്കും ഹോട്ടലിൽ ചെക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കണക്കാക്കിയിട്ടാണ് ഞങ്ങൾ വെളുപ്പിന് 6 മണിക്ക് ഇറങ്ങിയത്. അപ്പോൾ കാറിൽ പോകുമ്പോൾ 6 മണിക്കൂറാണ് പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ചാണ് ഞങ്ങൾ ഇറങ്ങിയത്. പിന്നെ പോകുന്ന വഴി കാണാൻ നല്ല രസം. ഒന്നാമത്തെ ഇപ്പോൾ എക്സ്പ്രസ് ഹൈവേ ആയതുകൊണ്ട് അധികം വണ്ടികളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതും വണ്ടി നല്ല സ്മൂത്തായിട്ട് പോവുകയും ചെയ്തു. പോകുന്ന വഴിക്ക് എത്രയോ കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഓരോ ഫുഡ് കോർട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ച് ഞങ്ങളൊരു ഫുഡ് കോർട്ടിൽ കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളതേ ഇറങ്ങി. പോകുന്ന വഴി ഇതേപോലെ തുരങ്കവും മലയും ഇതൊക്കെ കണ്ടു. കാണാൻ നല്ല രസമുണ്ടായ സ്ഥലങ്ങളായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങളത് രാജസ്ഥാനിലെത്തി. രാജസ്ഥാനിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ എന്താ പറയുക, കുറച്ച് ട്രാഫിക്കും കാര്യങ്ങളൊക്കെ കിട്ടി. കാരണം ടൂറിസ്റ്റ് ഞങ്ങൾ പോയ ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഓഫ് ഡേ ആയിരുന്നു, ഹോളിഡേ ആയിരുന്നു. അപ്പം അതിൻ്റെ ഒരു ട്രാഫിക് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങളത് ഞങ്ങളുടെ ഹോട്ടലിലെത്തി. ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സരോവർ പ്രീമിയർ ആയിരുന്നു. നല്ല ഹോട്ടലായിരുന്നു. അതിൻ്റെ ഉള്ളിലേക്ക് കടന്നപ്പോൾ തന്നെ അതിൻ്റെ ഇൻറ്റീരിയർ കണ്ടിട്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം മിറർ വർക്കൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഇൻറ്റീരിയർ അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ കണ്ണ് തള്ളി. നല്ല രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു സൂട്ട് റൂമായിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഞങ്ങൾ സൂട്ട് റൂം അടിപൊളിയായിരുന്നു. എനിക്ക് അതിലും മിറർ വർക്ക് ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു. അതൊരു ബ്രൗൺ മിററായിരുന്നു ചെയ്തത്. പിന്നെ ഉള്ളിലേക്ക് കിടക്കുന്നതോറും ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. വലിയ ഡെക്കറേഷൻ വർക്കോ അങ്ങനെയൊന്നുമില്ല. ഭയങ്കര സിമ്പിൾ ഇൻറ്റീരിയർ, പക്ഷെ കാണാനും നല്ല നൈസാണ്. എനിക്ക് നല്ല ഇഷ്ടമായി. അത്യാവശ്യം വലിയൊരു സൂട്ട് റൂം എന്ന് തന്നെ പറയാം. കുറേ വെക്കാനുള്ള എന്താ പറയുക, വാർഡ്രോബും വേറെ ഷെൽഫ്, ഓപ്പൺ ഷെൽഫ് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് സ്ഥലങ്ങൾ കുറേ ഉണ്ടായിരുന്നു നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനായിട്ട്. ഞങ്ങളൊരു 3 ദിവസം കണക്കാക്കിയിട്ടാണ് ചെന്നത്. പിന്നെ അവിടെ ഇടാനുള്ള ചെരുപ്പും പിന്നെ 2 വാഷ്റൂം ഉണ്ടായിരുന്നു. ഒരെണ്ണം കയറി വരുമ്പോൾ തന്നെയുള്ള ഒരു വാഷ്റൂം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരെണ്ണം ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഒരു വാഷ്റൂം, അതും നല്ലതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ചെന്നത് ഇവിടേക്കാണ്, നമ്മുടെ സ്വിമ്മിംഗ് പൂളിലേക്ക്. അങ്ങനെ സ്വിമ്മിംഗ് പൂൾക്ക് പോയിട്ടും കണ്ടു. പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ നേരെ അവിടെ തന്നെ റെസ്റ്റോറൻറ്റിൽ കയറി. അവിടുത്തെ ഇൻറ്റീരിയർ എനിക്ക് ഇഷ്ടപ്പെട്ടു റെസ്റ്റോറൻറ്റിൽ. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് ചിക്കൻ ബിരിയാണി ആയിരുന്നു. അങ്ങനെ ചിക്കൻ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ക്വാളിറ്റി ചിക്കൻ ബിരിയാണി ആയിരുന്നു. അങ്ങനെ അതും കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ റെസ്റ്റ് ഒന്നും ചെയ്യാൻ നിന്നില്ല. നേരോടി ബാപ്പു ബസാറിലേക്ക്. റെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ഥലങ്ങൾ കാണൽ കുറവായിരിക്കും. അതുകൊണ്ട് പിന്നെ റെസ്റ്റ് ഒന്നും ചെയ്യാൻ നിന്നില്ല. നേരെ ഞങ്ങൾ ബാപ്പു ബസാറിലേക്ക് പോയി. എനിക്ക് തോന്നുന്നു ഈ റിക്ഷ വഴി ശരിക്കും കാറൊന്നും നമുക്ക് എടുക്കാനേ പറ്റില്ല, അതേപോലെ ബ്ലോക്കായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ കിട്ടണ ലോക്കൽ ഈ റിക്ഷ വഴിയിട്ടാണ് ഞങ്ങൾ ബാപ്പു ബസാറിലേക്ക് പോയത്, ആ മാർക്കറ്റിലേക്ക്. ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫുള്ളും രാജസ്ഥാൻ ഐറ്റംസാണ് കൂടുതലായിട്ടുള്ളത്. അവിടെ തന്നെ ചെയ്ത തുണികളും അവിടെ തന്നെ ചെയ്ത ജൂത്തകളും ജൂത്തീസും കാര്യങ്ങളൊക്കെയാണ്. ഷൂവും കാര്യങ്ങളും ചെരുപ്പും എല്ലാവിധ എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ. ബെഡ്ഷീറ്റും കാര്യങ്ങളും. ഇപ്പം ഇവിടുത്തെ ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ ക്വാളിറ്റി അവർ തന്നെ കൈ കൊണ്ട് ഉണ്ടാക്കുന്നതാണ് അങ്ങനെയൊക്കെ പറയുന്നത്. പിന്നെ വള, മാല, കമ്മൽ ഫുള്ള് അവർ തന്നെ ക്രാഫ്റ്റ് ചെയ്യുന്ന സംഭവങ്ങളാണ്. അതാണ് ഈ മാർക്കറ്റിൻ്റെ മെയിൻ പ്രത്യേകത. അവിടെ തന്നെ സാരിയും രാജസ്ഥാനികളുടെ പ്രത്യേക സാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് ഞാനതൊക്കെ നോക്കി. ഈ ബെഡ്ഷീറ്റ് എൻ്റെ ചേച്ചി ഓർഡർ ചെയ്തു. അപ്പോൾ അതും നോക്കി. നല്ല ക്വാളിറ്റി ബെഡ്ഷീറ്റാണ്. പിന്നെ ജയ്പൂർ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ എന്തായാലും പിങ്ക് സിറ്റി എന്നാണ്. അപ്പോൾ ഈ മാർക്കറ്റിലേക്ക് കടന്നേ പിന്നെ ഫുള്ളും റെഡിഷായിരുന്നു. ഫുള്ള് റെഡ്. അതുകൊണ്ടാണല്ലോ അവിടെ പിങ്ക് സിറ്റി എന്ന് അറിയപ്പെടുന്നത്. ഫുള്ള് മാർക്കറ്റ് റെഡിഷായിരുന്നു. അത് കഴിഞ്ഞ് എന്താ പറയുക, കുറേ നേരം സ്പെൻഡ് ചെയ്തു. എനിക്ക് തോന്നുന്നു 2 മണിക്കൂറിൽ കൂടുതൽ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഓരോ ഐറ്റംസ്, പുതിയ ഐറ്റംസ് നോക്കി. ഇത് വള, മാല, കമ്മൽ എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ഞങ്ങൾ ജസ്റ്റ് നോക്കി. പിന്നെ അത്യാവശ്യം നല്ലത് മേടിച്ചു. എനിക്ക് തോന്നുന്നു ബെഡ്ഷീറ്റും പിന്നെ മിക്സ് കളറായിട്ടുള്ളൊരു ഷോളും മേടിച്ചു. അങ്ങനത്തെ ഐറ്റംസൊക്കെ മേടിച്ചു. ഞങ്ങളത് അവിടെ നിന്ന് ഇറങ്ങി. ഈ റിക്ഷയിൽ തന്നെ പോകാമെന്ന് പറഞ്ഞു തിരിച്ച്. അങ്ങനെ ഈ റിക്ഷയിലേക്ക് ഇറങ്ങി.
അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ, സീ യു, ടാറ്റാ.